സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള തീരത്ത് ചരക്ക് കപ്പൽ പൊട്ടിത്തെറിച്ച് അപകടത്തിൽ മംഗളൂരുവിൽ ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പരിക്കേറ്റ ചൈനീസ് പൗരന് 40%, ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലുണ്ട്. സുരക്ഷിതരായ മറ്റു ജീവനക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മെയ് മാസത്തിൽ വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി പ്രശംസാപത്രം നൽകി. ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെയും അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെയും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കവായി കായലോരത്ത് 8000-ഓളം കണ്ടൽ ചെടികൾ നട്ടു പരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലെക്കാട്ടിലെ മത്സ്യത്തൊഴിലാളിയോ രാജന്റെ പരിസ്ഥിതി പ്രവർത്തനം മാതൃകാപരമാണ്. രാവിലെ 6 മണിക്ക് കായലിലിറങ്ങി മത്സ്യത്തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കരയോട് ചേർന്നുള്ള കണ്ടലുകളുടെ വളർച്ചയറിയുന്നതിൽ 62ാമത് വയസ്സിലും മുടക്കമില്ലാതെ തുടരുകയാണ്. മുന്തിരി കൃഷിയിൽ വിജയഗാഥ തീർത്ത് പള്ളിക്കരയിലെ ഖദീജ. പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള വീടിനരികിൽ നട്ട മുന്തിരിയിൽ നിറയെ മുന്തിരി കായ്ച്ചിരിക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ്. നേരം പോക്കിനു വേണ്ടി ആരംഭിച്ച കൃഷി നാട്ടിൽ വൈറലായ സന്തോഷത്തിലാണ് ഖദീജയും കുടുംബവും. ക്രൈംബ്രാഞ്ച് SP ആയി പ്രമോഷനായി പോകുന്ന ജില്ലാ അഡീഷണൽ SP-യും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ P. ബാലകൃഷ്ണൻ നായർക്ക് യാത്രയയപ്പ് നൽകി. വാർത്തകൾ വിശദമായി. കേരള തീരത്ത് ചരക്ക് കപ്പൽ പൊട്ടിത്തെറിച്ച് അപകടത്തിൽ മംഗളൂരുവിൽ ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പരിക്കേറ്റ ചൈനീസ് പൗരന് 40%, ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലുണ്ട്. സുരക്ഷിതരായ മറ്റു ജീവനക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് അപകടത്തിൽപ്പെട്ട കപ്പൽ ജീവനക്കാരെ മംഗലാപുരം സീപോർട്ടിൽ എത്തിച്ചത്. തുടർന്ന് പരിക്കേറ്റ 6 പേരെ AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ചൈനീസ് പൗരൻ ലുയൻ ലിക്ക് 40%, ഇന്തോനേഷ്യൻ സ്വദേശി സോണിട്ടുൾ ഹസൈനിക്ക് 30% പൊള്ളലേറ്റു. 2 പേരുടെയും ആന്തരികാവയവങ്ങൾക്കും പൊള്ളലുണ്ട്. അതേസമയം ഇരുവരും വെള്ളം കുടിക്കുകയും മരുന്നുകളോട് പ്രതികരിച്ചുവെന്നും പ്രാഥമിക വിവരങ്ങൾ പങ്കുവച്ചെന്നും ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ദിനേശ് കദം വ്യക്തമാക്കി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബാക്കി 4 പേരുടെ നില തൃപ്തികരമാണ്. കപ്പലിൽ നിന്ന് രക്ഷിച്ച മറ്റു 12 പേരെ മംഗലാപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി കപ്പൽ കമ്പനി അധികൃതർ വ്യക്തമാക്കി. അതേസമയം അപകട കാരണമോ മറ്റ് വിശദാംശങ്ങളോ വെളിപ്പെടുത്താൻ കപ്പലിന്റെ ക്യാപ്റ്റൻ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. മെയ് മാസത്തിൽ വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി പ്രശംസാപത്രം നൽകി. മെയ് മാസത്തിൽ വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അനുമോദിച്ചത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി പ്രശംസാപത്രം നൽകി. വിവിധ മേഖലകളിലെ മികവുറ്റ പ്രകടനത്തിന് ബേക്കൽ, ചന്ദേര പോലീസ് സ്റ്റേഷനുകളും നിരോധിത മയക്കുമരുന്ന് കേസുകൾ പിടികൂടുന്നതിൽ മികച്ച പ്രകടനം നടത്തിയതിന് കാസർഗോഡ്, വാറന്റ് നടപ്പാക്കുന്നതിൽ മികച്ച പ്രകടനത്തിന് ഹോസ്ദുർ പോലീസ് സ്റ്റേഷനെയും തിരഞ്ഞെടുത്തു. കോമ്പിംഗ് ഓപ്പറേഷനിലെ മികവിന് കുമ്പള, ബേഡകം പോലീസ് സ്റ്റേഷനുകളും രണ്ടാമതായി ബേക്കൽ, ആദൂർ പോലീസ് സ്റ്റേഷനുകളും തിരഞ്ഞെടുക്കപ്പെട്ടു. രഹസ്യാന്വേഷണ മികവിന് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ASI പ്രതീഷ് ഗോപാലിന് പ്രശംസാപത്രം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെയും അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെയും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെയും അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെയും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂളിയങ്കാലിൽ നടന്ന 2ാം ഘട്ട സമര പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഈ നാഷണൽ ഹൈവേയുടെ പണിയിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ ജനങ്ങളുടെ ഭയപ്പാട് മാറ്റാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ? മുഖ്യമന്ത്രിക്കില്ലേ? ഗഡ്കരിക്ക് കഥകളിയുടെ സ്തൂപം കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതിന് പകരം ഈ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയും കൊള്ളയും അഴിമതിയും
അദ്ദേഹത്തോട് പറയണമെന്ന് അത് പറഞ്ഞില്ല. ശില്പം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ശില്പം മാത്രം കൊടുത്തതുകൊണ്ട് കാര്യമായില്ല. ഈ അഴിമതിയെ പറ്റി പറയാനുള്ള നട്ടല് കേരളത്തിലെ മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാം. അതുകൊണ്ട് ഈ അഴിമതിക്കാർ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ഞങ്ങളാരും ദേശീയപാത നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്നില്ല. ഇത് ആരംഭിച്ചിട്ട് എത്ര കാലമായി? ഞാനും പിണറായി വിജയനും, ഞാൻ KPC പ്രസിഡന്റും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലത്ത്, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാനും പിണറായി വിജയനും കൂടി ആലോചിച്ചാണ് 45 മീറ്റർ വേണമെന്ന് തീരുമാനിച്ചത്. സർവകക്ഷി യോഗം ഞങ്ങൾ വിളിക്കാൻ പറഞ്ഞു. ഞാൻ UDFന്റെ സർവകക്ഷി യോഗം, അതിൽ LDFന്റെ സർവകക്ഷി യോഗം വിളിച്ചിട്ടാണ് ഞങ്ങൾ 30 പോരാ 45 മീറ്റർ വേണമെന്ന തീരുമാനം, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായി. UDF കൺവീനർ A ഗോവിന്ദൻ നായർ, ഹക്കീം കുന്നിൽ, K നീലകണ്ഠൻ, M അസിനാർ, ഖാദർ മാങ്ങാട്, രമേശൻ കരുവച്ചേരി, കരിമ്പിൽ കൃഷ്ണൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഗീതാ കൃഷ്ണൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, ധന്യ സുരേഷ്, സാജിദ് മൗൽ, BP പ്രദീപ് കുമാർ, മിനി ചന്ദ്രൻ, ജെയിംസ് പന്തമാക്കൽ, ടോമി പ്ലാച്ചേരി, KV സുധാകരൻ, KR കാർത്തികേയൻ, മധുസൂദൻ ബാലൂർ, ഉമേശൻ വേളൂർ, T ഗോപിനാഥൻ നായർ, KP പ്രകാശൻ, KV വിജയൻ, മടിയൻ ഉണ്ണികൃഷ്ണൻ, ജോയ് ജോസഫ്, ഭക്തവത്സലൻ, രാജീവൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറിമാരായ MC പ്രഭാകരൻ സ്വാഗതവും PV സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കവ്വായി കായലോരത്ത് 8000-ഓളം കണ്ടൽ ചെടികൾ നട്ടുപരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലക്കാട്ടിലെ മത്സ്യത്തൊഴിലാളി O രാജന്റെ പരിസ്ഥിതി പ്രവർത്തനം മാതൃകാപരമാണ്. രാവിലെ 6 മണിക്ക് കായലിലിറങ്ങി മത്സ്യത്തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കരയോട് ചേർന്നുള്ള കണ്ടലുകളുടെ വളർച്ചയറിയുന്നതിൽ 62ാമത് വയസ്സിലും മുടക്കമില്ലാതെ തുടരുകയാണ്. കവ്വായി കായലിനോട് ചേർന്നുള്ള ഇടയിലക്കാട് തുരുത്തിന് കാവലായി കണ്ടലുകൾ വെച്ചുപിടിപ്പിച്ച് വേറിട്ട മാതൃകയാവുകയാണ് ഈ മത്സ്യത്തൊഴിലാളി. ഭ്രാന്തൻ കണ്ടൽ ഇനത്തിലുള്ള 2 തരം ചെടികളാണ് വിത്ത് മുളപ്പിച്ച് വളർത്തിയെടുത്ത് നട്ടു വളർത്തി വരുന്നത്. കവ്വായി കായലിന്റെ ഓരങ്ങളിൽ ഇദ്ദേഹം നട്ട കണ്ടലുകൾ കവചമായി വളരുമ്പോൾ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പുതിയ വഴി തുറക്കുകയാണ്. ഞാൻ 6-7 വർഷമായിട്ട് ഒരു കണ്ടൽ നടന്നൊരു വ്യക്തിയാണ്. ഇടയിലേക്കാട് കിഴക്ക് ഭാഗത്തു കൂടി തെക്കേ മുനമ്പ് മുതൽ ബണ്ട് വരെ ഏകദേശം ഒരു 8000-ന് മേലെ കണ്ടലുകൾ നട്ടു. പക്ഷേ അത് പലതും നശിച്ചു പോയിട്ടുണ്ട്. നശിച്ചു പോയതും നശിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. അതിന് ആരും തന്നെ സഹായം നൽകുന്നില്ല. അത് പരിപാലിക്കുന്നത് എനിക്ക് ആവൂല. കിട്ടുന്ന മുറക്ക് ഞാൻ നടാൻ തയ്യാറാണ്. ഇനിയും അത് ചെയ്യും. ഭ്രാന്തൻ നാടൻ വിഭാഗങ്ങളിൽപ്പെട്ട 8000-ൽ പരം കണ്ടലുകൾ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ നട്ട രാജന്റെ പരിപാലനത്തിൽ 1000-ൽ പരം എണ്ണം മാത്രമാണ് ബാക്കി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. കവ്വായി കായലിലെ ഇടയിലക്കാട് കിഴക്ക് തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലും കണ്ടലുകൾ നട്ടുവളർത്തിയിട്ടുള്ളത്. കവ്വായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ ശേഖരിച്ചത്. കായലിന്റെയും കരയുടെയും ശ്വാസവായുവായി കരുതപ്പെടുന്ന കണ്ടലുകൾ നട്ട് സംരക്ഷിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളി കൂടിയായ O രാജനെ കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ JCCന്റെ നേതൃത്വത്തിൽ കായലോരത്ത് വെച്ച് ആദരിക്കുകയും ചെയ്തിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മുന്തിരി കൃഷിയിൽ വിജയഗാഥ തീർത്ത പള്ളിക്കരയിലെ ഖദീജ. പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള വീടിനരികിൽ നട്ട മുന്തിരിയിൽ നിറയെ മുന്തിരി കാഴ്ചിരിക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ്. നേരം പോക്കിനു വേണ്ടി ആരംഭിച്ച കൃഷി നാട്ടിൽ വൈറലായ സന്തോഷത്തിലാണ് ഖദീജയും കുടുംബവും. പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള തന്റെ വീടിനരികിലാണ് ഖദീജ മുന്തിരിത്തോട്ടം ഒരുക്കിയത്. ഖദീജയുടെ മുന്തിരിത്തോട്ടത്തിൽ പൂത്തുലഞ്ഞും കായ്ച്ചിരിക്കുന്നതുമായ കാഴ്ച ഏവരെയും ആകർഷിക്കുന്നതാണ്.
കൗതുകത്തിന് വീട്ടുമുറ്റത്ത് ഖദീജ നട്ടുവളർത്തിയതാണ് കായ്കളാൽ സമ്പന്നമായ ഈ മുന്തിരി കൃഷി. ഇളം നാമ്പുകൾ നുള്ളിക്കളയാൻ തുടങ്ങിയപ്പോൾ നന്നായി മുന്തിരി കായ്ച്ചു. തീരപ്രദേശത്ത് മുന്തിരി കൃഷി വളരുമോ എന്ന പരീക്ഷണത്തിനാണ് 3 വർഷം മുൻപ് വഴിയരികിലെ വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങിയ ചെടി നട്ടതെന്നും മത്സ്യം, മാംസം എന്നിവ കഴുകുമ്പോൾ കിട്ടുന്ന രക്തം കലർന്ന വെള്ളവും വീട്ടിലെ ഭക്ഷണ അവശിഷ്ടങ്ങളും ചെടിക്ക് മികച്ച വളമാകുന്നുണ്ടെന്നുമാണ് ഖദീജ പറയുന്നത്. കാഞ്ഞങ്ങാട് റോഡ് സൈഡിൽ ഏട്ടന്റെ ഭാര്യ വാങ്ങിയതാണ്. 2 വർഷം കഴിഞ്ഞത്. പ്രാവശ്യമാണ് കൂടുതലുണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ട് ഉണ്ടായി. 2-3 തവണ പറിച്ചെടുത്തു. കഴിഞ്ഞ 1 മാസം മുമ്പ് ഉണ്ടായിരുന്നു. മകൾ ഫാത്തിമ സഹ്വ ഹബീബയും ഖദീജയ്ക്ക് പിന്തുണയായും സഹായിയായും കൂടെയുണ്ട്. മുന്തിരി കൃഷിക്ക് പ്രോത്സാഹനവുമായി ഖദീജയുടെ ജീവിത പങ്കാളി ഷംസുദ്ദീനും ഒപ്പമുണ്ട്. നിരവധി ആളുകളാണ് പന്തലിൽ കുലച്ചു നിൽക്കുന്ന മുന്തിരിച്ചെടി കാണാൻ ദിനംപ്രതി എത്തുന്നത്. വിഷരഹിതമായ മുന്തിരി കൃഷി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയായി മാറുകയാണിവിടെ. ജയരാജ് കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്രൈംബ്രാഞ്ച് SP ആയി പ്രൊമോഷനായി പോകുന്ന ജില്ലാ അഡീഷണൽ SP-യും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ P. ബാലകൃഷ്ണൻ നായർക്ക് യാത്രയയപ്പ് നൽകി. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യാത്രയയപ്പ് ചടങ്ങ് നടന്നത്. ക്രൈംബ്രാഞ്ച് SP ആയി പ്രൊമോഷനായി പോകുന്ന ജില്ലാ അഡീഷണൽ SP-യും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ P. ബാലകൃഷ്ണൻ നായർക്ക് യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്തിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മധുസൂദനൻ TV ഉദ്ഘാടനം ചെയ്തു. 6 വർഷത്തെ 2031 ഇപ്പോഴത്തെ നിലയിൽ റിട്ടയർമെന്റ് ചെയ്യുന്നത്. ഇനിയും ഒരു 6 വർഷം പ്രവർത്തനം. അതിന് IPS എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് അതിനനുസരിച്ചിട്ട് വരുമെന്ന് കരുതി ആ സംശയം അത് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ വളരെ വളരെ താഴ്ന്ന പടിയിൽ നിന്നും ഞാനും അദ്ദേഹമായിരുന്നു. ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തെത്തി. ഇദ്ദേഹം സാറാണെങ്കിൽ പോലീസിന്റെ തലപ്പത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന് തൊട്ടടുത്തുള്ള ഒരു പടി വിട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്കൂളിനടുത്ത് തന്നെയുള്ള ഒരു ട്യൂഷൻ സെന്ററിൽ അന്ന് 500 രൂപ ശമ്പളത്തിലാണ്. അത്രയും താഴ്ന്ന പടിയിലാണ്. അപ്പോൾ ജീവിതം നടന്നില്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സാറ് ഈ ചില സമയത്ത് ഈ ചരട് പിടിച്ചിട്ട് പോകുന്നതാണ്. ചരട് പിടിച്ചിട്ട് പോകുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ കുഴൽക്കിണറിൽ കുറ്റി ആ സമയത്തുള്ള കുഴിക്കലിന് അപൂർവമായിട്ട്. അപ്പോൾ അതിൽ കുറേ 19,000 മുതൽ മുടക്കിയിട്ട് നമുക്ക് വെള്ളം കിട്ടണമെന്ന് ജിയോളജിസ്റ്റ് ഹൈഡ്രോളജിസ്റ്റിൻ്റെ ഒരു സഹായം തേടും. സാറ് പലപ്പോഴും 1 കിലോമീറ്ററോളം ദൂരമാണ് ഈ ചരട് പിടിച്ചിട്ട് റോഡിലൂടെ വലിയ മുതലാളിമാർക്ക് കുറ്റി അടിക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റിന് കുറ്റി അടിക്കലെന്ന് പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ സ്രോതസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇദ്ദേഹം പുതുമയിലെ പാരക്കോളേജാകുമ്പോൾ ഞാൻ ബേക്കലത്ത് ഫിഷറീസ് ഹൈസ്കൂളിൻ്റെ അടുത്തായിട്ട് സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ സെന്റർ നടത്തുകയായിരുന്നു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സും ഡ്രിൽ ഇൻസ്ട്രക്ടർമാരും ചേർന്ന് തയ്യാറാക്കിയ മൊമന്റോയും സ്നേഹാദരവും സിവിൽ പോലീസ് ഓഫീസർ അമൽദേവ് കാർമേൽ ഹരികൃഷ്ണൻ മാസ്റ്ററും വരച്ച ഛായാചിത്രവും ചടങ്ങിൽ വെച്ച് കൈമാറി. കാഞ്ഞങ്ങാട് സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ, SPC ജില്ലാ കോർ കമ്മിറ്റി കൺവീനർ ഗോപികൃഷ്ണൻ C, കാസർഗോഡ് പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് T. ഗിരീഷ് ബാബു, ഹെഡ്മാസ്റ്റർ അശോകൻ മാസ്റ്റർ, SPC റിസോഴ്സ് സംഘം നിർമ്മൽ കുമാർ മാസ്റ്റർ, ASI PK ആനന്ദകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. SPC അസിസ്റ്റന്റ് ഓഫീസർ P. തമ്പാൻ സ്വാഗതവും പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്യാം കൃഷ്ണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പടന്നക്കാട്. നവ്യാനുഭവം പകർന്ന നെഹ്റു കോളേജിൽ സംഗീതാത്മക യോഗ പ്രദർശനം. NCC NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വെള്ളിക്കോത്ത് തത്വമസി യോഗ സെന്ററിന്റെ സഹകരണത്തോടെയാണ് യോഗ പ്രദർശനം നടത്തിയത്. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NCC NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വെള്ളിക്കോത്ത് തത്വമസി യോഗ സെന്ററിന്റെ സഹകരണത്തോടെ സംഗീത പശ്ചാത്തലത്തിൽ യോഗ പ്രദർശനം നടത്തി. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് പര്യാപ്തമായ യോഗയും സംഗീതവും ഒരുമിച്ച് അവതരിപ്പിച്ചത് വിദ്യാർത്ഥികൾ പുതിയൊരുണർവ് സൃഷ്ടിച്ചു. പൂർണ്ണമായി കുട്ടികളിൽ രണ്ടാമത് സംഗീത കൂടി ചെയ്യും.
നിവർന്നില്ല. മക്കളെ നിവർന്നിക്കുന്നത് വലിയ പ്രാധാന്യമുണ്ട്. ശരീരം നിവർന്നില്ല, ശരീരമായിട്ടുള്ള പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ട് ചെയ്യാം. പാദഹസ്താസനം, വൃക്ഷാസനം, ചക്രാസനം, പത്മാസനം, ത്രികോണാസനം, മേരുദണ്ഡാസനം, മയൂരാസനം തുടങ്ങിയ യോഗാസനങ്ങൾ പ്രദർശിപ്പിച്ചു. സൂര്യ നമസ്കാരം, പ്രാണായാമ, ശ്വസനക്രിയ എന്നിവയിലും വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. യോഗാചാര്യൻ അശോക് രാജ് വെള്ളിക്കോത്ത്, പി പൃഥ്വിരാജ് എന്നിവർ യോഗ പരിശീലിപ്പിച്ചു. ശ്വാസം പതിയെ വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തി വരിക. ഒരു പ്രാവശ്യം ചെയ്യാം. നന്നായി ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ കഴിയുക. സാവധാനത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വരിക. സി സോമശേഖർ സംഗീതോപകരണങ്ങൾ വായിച്ചു. എം രാജേഷ് കുമാർ കീർത്തനം ആലപിച്ചു. ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോരോത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ KV വിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. PE ജ്യോതിക സ്വാഗതവും കാർത്തിക് കിഷോർ നന്ദിയും പറഞ്ഞു. NCC അണ്ടർ ഓഫീസർ K ദർശന, NSS വോളണ്ടിയർ സെക്രട്ടറിമാരായ CV വിവേക് രാജ്, AK ഹരിത, K നീതുശ്രീ, VS മൃദുൽ, M ദേവപ്രിയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 140 വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പടന്നക്കാട്. കുട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടത്തിവരുന്ന മധുരവനം പദ്ധതി 2ാം ഘട്ടത്തിലേക്ക്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുള്ള കാസർഗോഡ് ജില്ലയിലെ 45 സ്കൂളുകളിലാണ് മധുരവനം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. മധുരവനം പദ്ധതിയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നടുന്ന ഫലവൃക്ഷ തൈകൾ കുട്ടി പോലീസുകാരാണ് പരിപാലിച്ചു വരുന്നത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ 2ാം ഘട്ട മധുരവനം പദ്ധതിയിൽ റംബൂട്ടാൻ തൈ നട്ട് SPC കാസർഗോഡ് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നടപ്പിലാക്കിയ ഒരു അഭിമാന പദ്ധതിയാണ് മധുരവനം പദ്ധതി. ആ മധുരവനം പദ്ധതിയുടെ 2ാം ഘട്ടമാണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. ആദ്യ വർഷം നമ്മുടെ ജില്ലയിലെ 42 സ്കൂളുകളിലും മധുരവനം പദ്ധതി, അതായത് ഫ്രൂട്ട്സ് ചെടികൾ മാത്രം നൽകിക്കൊണ്ട് നന്നായി നടപ്പിലാക്കിയിരുന്നു. ഇപ്രാവശ്യം അതിൻ്റെ 2ാം ഘട്ടമാണ് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തൃക്കരിപ്പൂർ സ്കൂളിൽ റംബുട്ടാൻ്റെ ഒരു ചെടി നട്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നാളെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഈ വർഷം ജില്ലയിലെ 45 സ്കൂളുകളിലും മധുരവനം പദ്ധതി വ്യാപിപ്പിക്കുകയാണ്. ഈ പദ്ധതി നന്നായി നടപ്പിലാക്കാനുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. സ്കൂൾ പ്രധാന അധ്യാപിക EK ബൈജ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ ശ്രീഷ്മ മുകുന്ദൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ K കൃപേഷ്, UK നിതിന, SPC പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്യാംകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് ഫാം സൂപ്രണ്ട് തൃക്കരിപ്പൂരിലെ PV സുരേന്ദ്രൻ മധുരവനം പദ്ധതിയിലേക്ക് വിവിധങ്ങളായ 100 വലവൃക്ഷ തൈകൾ സമ്മാനിച്ചു. റൊമേഷ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രദീപൻ കോത്തോളി ക്ലാസ് കൈകാര്യം ചെയ്തു. എല്ലാ സ്ഥലത്തും ലഹരിക്കെതിരെ ക്ലാസ്സാണ്. മടുത്തോ ലഹരി സ്കൂളുകളിൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്നലെ ലഹരിക്കെതിരെ ക്ലാസ് അവർക്ക് ആവശ്യമുണ്ടാകും. എല്ലാ സ്കൂളുകളിലും പോലീസിന്റെ നേതൃത്വത്തിൽ, സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലും സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ സ്കൂളുകളിൽ പോലീസ് പോകാറില്ല. പണ്ടൊക്കെ പോലീസ്, ഈ പഴയ പോലീസുകൾ പറയുന്നത്, പോലീസ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പോക്കണം കെട്ടവർ പോലീസ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചാണകത്തേക്ക് എന്ന രീതിയിലൊക്കെ പണ്ടൊക്കെ പറഞ്ഞു. പിന്നെ അതല്ല, ഇതെല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും സ്കൂളുകളിലേക്കും ക്ലബുകളിലേക്കും കുടുംബശ്രീകളിലും ഒക്കെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് പോലീസിന്റെ ക്ലാസ്സിന് വേണ്ടി. സംസ്ഥാന സർക്കാർ നേതൃത്വം യോദ്ധാവ് എന്നൊരു പദ്ധതി തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ നമ്മുടെ മക്കൾ, നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ചിലവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ സിന്ധു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. എന്താണ് ലഹരി? നിങ്ങൾ വിചാരിക്കുന്ന ലഹരി ഏതാ? സാധാരണ യൂണിഫോമിലുള്ളതുകൊണ്ടാണ് വേണ്ടാത്ത. യൂണിഫോം ഇല്ലായിരുന്നെങ്കിൽ ഉഷാറായെന്ന. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്താ ലഹരി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ലഹരി ഉണ്ടല്ലേ. ഇതെന്റെ വിഷയമല്ല കേട്ടോ.
ലഹരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഒരു തരത്തിലുള്ള ലഹരിയാണ് അല്ലെ? ഏതെങ്കിലും ഒരു ഭക്ഷണത്തിനോട്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ലഹരി ഏതാ? ഫോൺ അഡിക്ഷൻ അല്ലെ? ഫോൺ ഞാൻ കണ്ടോന്നോന്ന് ചോദിക്കുമ്പോ പിറ്റേ ദിവസം എനിക്ക് SI സാറിന്റെ അടുത്ത് എന്നെ പരാതി അല്ലെ? സെന്റർ ഡയറക്ടർ ഗിരീഷ് പാലക്കിൽ, ഡോക്ടർ നിവേദിത, ഉഷ സതീഷ്, സംഗീത രജീഷ്, ജമീല, മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ക്ലാസിന് നേതൃത്വം നൽകി. സ്റ്റാഫ് സെക്രട്ടറി അശ്വതി സുരേഷൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള തീരത്ത് ചരക്ക് കപ്പൽ പൊട്ടിത്തെറിച്ച് അപകടത്തിൽ മംഗളൂരുവിൽ ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പരിക്കേറ്റ ചൈനീസ് പൗരന് 40%, ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലുണ്ട്. സുരക്ഷിതരായ മറ്റു ജീവനക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മെയ് മാസത്തിൽ വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി പ്രശംസാപത്രം നൽകി. ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെയും അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെയും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കവായി കായലോരത്ത് 8000-ഓളം കണ്ടൽ ചെടികൾ നട്ടു പരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലെക്കാട്ടിലെ മത്സ്യത്തൊഴിലാളി രാജന്റെ പരിസ്ഥിതി പ്രവർത്തനം മാതൃകാപരമാണ്. രാവിലെ 6 മണിക്ക് കായലിലിറങ്ങി മത്സ്യത്തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കരയോട് ചേർന്നുള്ള കണ്ടലുകളുടെ വളർച്ചയറിയുന്നതിൽ 62ാമത് വയസ്സിലും മുടക്കമില്ലാതെ തുടരുകയാണ്. മുന്തിരി കൃഷിയിൽ വിജയഗാഥ തീർത്ത് പള്ളിക്കരയിലെ ഖദീജ. പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള വീടിനരികിൽ നട്ട മുന്തിരിയിൽ നിറയെ മുന്തിരി കായ്ച്ചിരിക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ്. നേരം പോക്കിനു വേണ്ടി ആരംഭിച്ച കൃഷി നാട്ടിൽ വൈറലായ സന്തോഷത്തിലാണ് ഖദീജയും കുടുംബവും. ക്രൈംബ്രാഞ്ച് SP ആയി പ്രൊമോഷനായി പോകുന്ന ജില്ലാ അഡീഷണൽ SP-യും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ P ബാലകൃഷ്ണൻ നായർക്ക് യാത്രയയപ്പ് നൽകി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.